ശ്രീ പൊന്മേരി ശിവക്ഷേത്ര മഹാമൃത്യുഞ്ജയ ഹോമം മെയ് 10 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്മേരി ശിവക്ഷേത്രത്തിൽ ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമം നടക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതേപോലെ ഒരു മഹാമൃത്യുഞ്ജയ ഹോമം ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രത്തിൽ വഴിപാടായി മൃത്യുഞ്ജയ ഹോമം ഉണ്ടെങ്കിൽ കൂടി ഒരു ദിവസം ഒരു ഭക്തന് മാത്രമേ ആ വഴിപാടിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. ബുക്ക് ചെയ്താൽ തന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് 2-3 വർഷം കൂടുമ്പോൾ നൂറുകണക്കിന് ഭക്തജനങ്ങളെ ഒന്നിച്ചിരുത്തി വലിയ രീതിയിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. പൊന്മേരി ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമത്തിന് മറ്റു പല പ്രത്യേകതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ 2 വർഷവും 3 വർഷവും കൂടുമ്പോൾ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. ഈ വരുന്ന ഞായറാഴ്ച 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് രാവിലെ 9 മണിക്ക് മൃത്യുഞ്ജയ ഹോമം അവസാനിക്കും. ഏറാഞ്ചേരി ഇല്ലം ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മൃത്യുഞ്ജയ ഹോമം നടക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പൊന്മേരി ശിവക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവൻ പരമശിവനാണ്, മഹാദേവനാണ്. മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് തന്നെ പറയാവുന്ന ഒരു പൂജയാണ് മൃത്യുഞ്ജയ ഹോമം. പരമശിവൻ മാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിച്ച ഒരു കഥയാണ് ശരിക്കും ഈ ഒരു പൂജയ്ക്ക്, ഈ ഒരു വഴിപാടിന് ആധാരം എന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു പൂജ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി. കാരണം ഒരു ദിവസത്തിൽ 1 മാത്രം നടക്കുന്ന ഒരു സ്ഥിതി ആകുമ്പോൾ മാസങ്ങളോളം പൂജ ബുക്കിംഗാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി തന്നെയാണ് വിപുലമായ രൂപത്തിലൊരു മഹാമൃത്യുഞ്ജയ ഹോമം എന്ന രൂപത്തിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം മുമ്പേയും അതിന് മുന്നുള്ള വർഷങ്ങളിലൊക്കെ ഈ പൂജ നടത്തി വരുന്നത്. ത്രിമൂർത്തി സംഗമ ഭൂമിയാണ് ശ്രീ പൊന്മേരി ശിവക്ഷേത്രം. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പൊന്മേരി ശിവക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രഹ്മാവിന് 2 പ്രതിഷ്ഠ മാത്രമേ നമ്മളെ അറിവിലുള്ളൂ. അതൊന്ന് പൊന്മേരി ശിവക്ഷേത്രത്തിലാണ്, അത് 2 തിരുനാവായ ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ വിഷ്ണുവായി കണക്കാക്കുന്ന ആദിത്യന് ക്ഷേത്രമുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പൊന്മേരി ശിവക്ഷേത്രം. ആദിത്യൻ്റെ ക്ഷേത്രം 30 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ നവീകരണം നടക്കുകയാണ്. ആയതിൻ്റെ ഉത്തരം വെപ്പ് കർമ്മം കൂടി ഈ 10-ാം തീയതി 8:40-നും 9:40-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടക്കുകയാണ്. നിരന്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രമാണ് പൊന്മേരി ശിവക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഏകദേശം 1 കോടി രൂപ ചെലവിൽ അഗ്രശാലയുടെ നിർമ്മാണം ഏകദേശം 99% പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെറിയ ചില്ലറ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിരന്തരം, അതായത് ഭക്തജനങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന ധനം കൊണ്ടാണ് ഈ പ്രവൃത്തികൾ ഞങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ നല്ല സഹകരണം ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നുകൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് ഈ മഹാമൃത്യുഞ്ജയ ഹോമം ശിവഭഗവാന് ചെയ്യുന്ന പ്രധാന വഴിപാടുകളിലൊന്നാണ്. നമ്മുടെ ദുരിതപൂർണമായ ജീവിതം, അതുപോലെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അതുപോലെയുള്ള ആപത്തുകൾ സംഭവിക്കാതിരിക്കാനുള്ള ഒരു പൂജയാണ് മഹാമൃത്യുഞ്ജയ ഹോമം. ഇത് നടത്തുന്നതിലൂടെ നമ്മുടെ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുമെന്നാണ് കരുതുന്നത്. മഹാമൃത്യുഞ്ജയ ഹോമം പൊന്മേരി ശിവക്ഷേത്രത്തിൽ ദിവസം 1 മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ജനങ്ങളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. വമ്പിച്ച വിജയമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം.